ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നിറച്ചും പൂക്കൾ വന്നിട്ടുണ്ട്, പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ യെസ്റ്റർഡേ ടുഡേ ടുമോറോ, അല്ലെങ്കിൽ കിസ് മീ ക്വിക്ക് എന്ന് പേരുണ്ട്. സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് വരുന്നുണ്ട്. ഒരുപാട് പേരുകളുള്ള വളരെ യുണീക്കായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അത്. ഇതിൻ്റെ പേര് തന്നെ വരാൻ കാരണം 3 ഷെയ്ഡ്സ് ഈ ഒരു ചെടിക്ക് ഫ്ലവേഴ്സിന് വരുന്നുണ്ട്. അതായത് യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക നമുക്ക്. പിന്നെ ആ ഒരു ഫ്ലവർ കുറച്ചുകൂടി ഒന്ന് ഫെയ്ഡായിട്ട് ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡിലേക്ക് വരും. അതായത് സെക്കൻഡ് ഡേ അങ്ങനെയാണ് വരിക. പിന്നെ ദ തേർഡ് ഡേ എന്ന് പറയുന്നത് ഏകദേശം ഒരു വൈറ്റ് കളറായിട്ട് അത് മാറും. അങ്ങനെ അതിനെ കൊണ്ടാണ് ആ ഒരു പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ ശരിക്കും ഭയങ്കര ഇതിപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ ശരിക്കും ഡയറക്റ്റ് മണ്ണിൽ തന്നെയാണ്, മുറ്റത്ത് മണ്ണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ വീട്ടിൽ നല്ല ചട്ടിയിലായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കൺട്രോളായിട്ടത് വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പക്ഷേ അന്ന് അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പിന്നെ റെഫറൊക്കെ ചെയ്തപ്പം അത് കുറച്ചുകൂടി ഒരു ട്രീ ആയിട്ട് മാറുന്നൊരു ചെടി. എന്നാൽ ഒരുപാട് വലുപ്പമൊന്നും വെക്കില്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൺട്രോളായിട്ട് കുറച്ച് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. വളരെ യുണീക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രത്യേക സ്മെല്ലാണ്. എന്താ വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് തോന്നും. പ്രത്യേകിച്ചും രാവിലെയൊക്കെ ഇതിങ്ങനെ വിരിഞ്ഞ് നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റീപോട്ടിങ് ഞാനിപ്പോൾ ചട്ടിയിൽ വെച്ചത് കാരണം ഞാൻ റീപോട്ട് ചെയ്തിരുന്നു. ധൈര്യം സംഭരിച്ച് റീപോട്ട് ചെയ്തു. എന്താ വെച്ചാൽ ഇത് നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ചട്ടിയിലൊക്കെയാണ് വെച്ചാൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അതായത് മണ്ണിൽ ഡയറക്റ്റ് ആണെന്ന് കുഴപ്പമില്ല. അത് പിന്നെ അങ്ങനെ വളങ്ങളൊക്കെ നിങ്ങൾ ഇയർലി വൺസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കൺട്രോളായിട്ട് വളർത്തുമ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട്. അപ്പോൾ ഇതിപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം വെള്ളം അതിൽ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റിയത്. കംപ്ലീറ്റ് റൂട്ട് ബൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡീറ്റെയിൽ വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചെടിയുടെ ഒരു സ്ഥിതി. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഭയങ്കര അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ചാൽ പെട്ടെന്നൊരു ചെടീനെ നമ്മൾ എടുക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് അതിന് ഷോക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ചെയ്തപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് നീറ്റാക്കി, ആ കട്ടിങ് ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് നീറ്റാക്കി നല്ലോണം റൂട്ട് ബൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ചെടി ഒന്നും കൂടി ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യത്തിന് അതിൻ്റെ വളങ്ങളൊക്കെ അടിവളക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് വിചാരിച്ചിട്ട് ചെടിക്ക് കേടോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പം ഇങ്ങനെ ചട്ടിയിൽ തന്നെ നമ്മൾ വളർത്തുകയെന്ന് വെച്ചാൽ ഒരുപാട് വലുപ്പമോ കാര്യങ്ങളോ ഒന്നും വെക്കില്ല. അപ്പം ഇതിൽ ഞാനിപ്പോൾ കൂട്ടിയിട്ടുള്ളത്, അതായത് കുറച്ച് അടിവളവും കൂട്ടി കുറച്ച് മേലിലേക്കും കുറച്ച് മണ്ണ് കൂട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ എല്ലുപൊടിയും ചാണപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി മണ്ണൊന്ന് പുഷ്ടിയാക്കി നന്നായിട്ട് പൂക്കൾ വരുത്താൻ വേണ്ടിയിട്ട് സെയിം ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ തിരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ലീവ്സ് കണ്ട്. അതിൻ്റെ അകത്തുള്ള ലീവ്സ്, ആ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയിൽ ഈ പൂക്കൾ വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ കുറച്ച് വളം കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ ഒരു ചെടി പ്ലേസ് ചെയ്തു. എന്നിട്ട് മേലിലേക്കും കുറച്ച് ഈ വളങ്ങൾ നമ്മൾ കൂട്ടി വെച്ച വളങ്ങൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നനച്ചു കൊടുത്തു. പിന്നെ ഡെയിലി നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോരുത്. ഡ്രൈ ആയി പോയാൽ ഇതിന് ഉണക്കം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്നൊന്നും കേടായി പോവില്ല. നമ്മൾ മെലസ്റ്റോമയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ. അപ്പോൾ മെലസ്റ്റോമയ്ക്ക് പലപ്പോഴും ചിലവർ ഉണങ്ങിപ്പോവുക കാര്യങ്ങളൊക്കെ. ഉണങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ആ വെള്ളം കൊടുക്കാത്തത് കൊണ്ടാണ് ആ ഉണക്കം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ശേഷം നന്നായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് വെച്ചോളൂ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ കൺട്രോൾഡ് ആയിട്ട് വളരും. അപ്പം കറക്റ്റായിട്ടുള്ള പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചെടി ചിലപ്പോൾ കേടായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കണ്ടെയ്നേഴ്സിൽ വെക്കുമ്പോൾ ചെയ്യാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ ഒരു പൂക്കളുടെ ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ആ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയിൽ ഈ പൂക്കൾ വരുമ്പോഴുള്ള ഭംഗി. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.